അഭിലാഷ സിനിമ നല്ല ഫീലുള്ള ഒരു സിനിമയാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് കാണുന്ന ടൈപ്പുള്ള ലവ് സ്റ്റോറി ഒന്നല്ല, പഴയ ഒരു നമുക്ക് ഈ 90s കിഡ്സ് എന്നൊക്കെ പറയൂലേ, അപ്പോൾ ആ ഒരു പഴയൊരു ഫീല്, ആ സ്കൂളിലെ പ്രണയം, അത് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലപോലെ ഫീലാവും നമുക്ക് ആ ഒരു അതിലേക്ക് ആ സ്റ്റോറിയിലേക്ക് നമുക്ക് ബ്ലെൻഡ് ചെയ്തിരുന്ന് ചിരിച്ച് ഒരു ഹാപ്പി ആയിട്ടിരുന്ന് കാണാം. പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ക്യാരക്ടർ പോലും പുള്ളി നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, ആ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു കള്ളത്തരം സംഭവങ്ങളെല്ലാം പുള്ളി നല്ല ഡീസൻ്റായിട്ട് ചെയ്യും, ഒരാളെയും വെറുപ്പിക്കാത്ത രീതിയിൽ ചെയ്യും. അതേപോലെ തന്നെ ആക്ട്രസ് തൻവീറാം, പുള്ളിക്കാരിയും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സിനിമയും പുള്ളിക്കാരുടെ കണ്ടിട്ടുണ്ട്. ഒരു അഭിനയിക്കണ പോലത്തെ ഒരു ഫീല് നമുക്ക് തോന്നൂല. ആ ഒരു ശരിക്കും രണ്ട് ക്യാരക്ടേഴ്സ് സംസാരിച്ചില്ലെങ്കിൽ എന്തോ ഇല്ല ബോറടി അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. അഭിലാഷം സിനിമ നല്ല സിനിമയാണ്. പിന്നെ അതിനകത്ത് മ്യൂസിക്കാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ഒരു മലബാർ ടച്ചുള്ള ഒരു മ്യൂസിക്, പിന്നെ ആ ഒരു സ്ലാങ്, അതെല്ലാം കൂടെ നമ്മളെ ഇരുത്തും. നല്ല രീതിയിൽ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കണമെങ്കിൽ അവരെ പ്രണയത്തെക്കുറിച്ച് നല്ലൊരു മൈൻഡ് അവർക്ക് ഉണ്ടായിരിക്കണം. അന്നേരം അത് കണ്ടിരിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഈ പാട്ട് തന്നെ നമ്മൾ ആദ്യമേ അവർ കയ്യിലെടുത്തതാണ്. പുതിയ തലമുറയായാലും പഴയ തലമുറയായാലും ഇപ്പോൾ ആ പാട്ട് കയ്യിലെടുത്തത് കൊണ്ട് കൂടുതൽ ഈ സിനിമയോട് കൂടുതൽ എല്ലാവർക്കും നല്ല. സൈജു കുറുപ്പിന്റെ അഭിനയം അങ്ങനെയുണ്ട്. സൈജേൻ്റെ ഇതുവരെ ചെയ്തതിൻ്റെ ഒരു ഇതല്ല. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് പ്രണയം നല്ല രീതിയിൽ ഫീൽ. കാരണം വെച്ചാൽ നമുക്ക് ഒരു കണ്ണ് നനയ്ക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഹൃദയം തുറക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ്. എങ്ങനെ ഹൃദയം തുറന്ന് കാണിക്കുന്ന ഹൃദയം തുറക്കുന്നതെന്നല്ല, കണ്ണ് ചെറുതായിട്ട് നനയ്ക്കുന്ന ഒരു പ്രണയം. നല്ലതായിരുന്നു ചേട്ടാ, ഭയങ്കര നല്ല സ്റ്റോറി. ഭയങ്കര ഇമോഷണലായി എനിക്കിഷ്ടപ്പെട്ടു. പ്രണയത്തിന് മൂല്യം കൊടുക്കുന്ന ഒരു ചിത്രമാണ്. പ്രണയത്തിന് മൂല്യം കൊടുക്കുന്ന ഒരു ചിത്രമാണ്. നല്ല ഇമോഷൻസ് കിട്ടി എനിക്ക് ലാസ്റ്റത്തെ സീനിലെല്ലാം. നല്ല ഫീൽ ഉണ്ടായിരുന്നു. സൈജു കുറുപ്പ് സാറിന്റെ അഭിനയം എങ്ങനെയുണ്ട്? നല്ലപോലെ ഫീൽ ചെയ്ത് അഭിനയിച്ചു. നല്ല റിയൽ ആയിട്ട് തോന്നി. കുറച്ച് ഇമോഷൻസ്. കണ്ണ് നനയിച്ച് കളഞ്ഞു എന്നൊരു വാക്ക് കേട്ടായിരുന്നു, ശരിയാണോ? പ്രത്യേകിച്ച് അത് പറയുന്ന എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കണ്ണിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട് ഇമോഷൻസ്. ശരിക്കും എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും ഒരേപോലെ പിടിച്ചിരുത്താൻ പറ്റുന്ന സിനിമയാണ്. അതെ, ഉറപ്പായിട്ടും. ഹാപ്പിയാണോ പടം കണ്ടു? എങ്ങനെയുണ്ട് ചിത്രം? എങ്ങനെയുണ്ട്? അഭിലാഷം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫീൽ ഗുഡ് ഒരു സിനിമയാണ്. എല്ലാവർക്കും സന്തോഷത്തോടെ ഭയങ്കര മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ് കാണാൻ പറ്റുന്ന ഒരു ഫാമിലി റൊമാൻറ്റിക് മൂവിയാണ്. സൈജു കുറുപ്പ് സാറിന്റെ അഭിനയം സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു, ശരിയാണ്? എനിക്കത് ഭയങ്കര സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എല്ലാത്തിലും വേറെ രീതിയിൽ ചെയ്യാൻ. ഇതിൽ ഒരു റൊമാൻറ്റിക് വേർഷൻ നമുക്ക് കാണാം. ഫസ്റ്റ് ലാസ്റ്റ് വേറൊരു ലുക്കും അഭിലാഷിനോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. പുള്ളി അടിപൊളിയായിട്ട് ആ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളെ പുള്ളിയുടെ പെർഫോമൻസ് കൂടെ നമ്മളെ കരയിക്കുന്നുണ്ട്. എല്ലാതരം പ്രേക്ഷകരെയും പിടിച്ചിരുത്താൻ പറ്റിയൊരു അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു ഫീൽ ഗുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജോണറാണല്ലോ അത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണെന്നാണ് വിശ്വാസം. അതെ, ഒരു ഹാപ്പി മൂഡ് എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാൻ പറ്റും.